കണ്ണൂർ അർക്കൽ മ്യൂസിയം ഞാൻ കണ്ടു. മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി അതിമനോഹരമായ ഒരു മുസ്ലിം പള്ളി, പഴയ ഒരു വീട് പള്ളിയായതുപോലെ പ്രത്യേക കളറടിച്ച പള്ളി. അതിൻ്റെ മനോഹരിത കണ്ട് ഞാൻ ആ പള്ളിയുടെ മുമ്പിലെത്തി. പള്ളിയുടെ 3 വശവും റോഡാണ്. ഈ പള്ളിയുടെ അടുത്താണ് കണ്ണൂർ മാപ്പിള ബേ ഫിഷിംഗ് ഹാർബർ. ഞാൻ ആ ഗേറ്റിലെത്തി, മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ ഗേറ്റ്. അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന ആളുമായി കുറച്ചു നേരം സംസാരിച്ചു. എനിക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ ബോട്ടുകൾ അടുക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. പോകുന്ന വഴി എന്തോരോ കൊക്കുകളെല്ലാം മത്സ്യം തിന്ന് അവിടെ സുഖമായി ഇരിക്കുന്നു. ഞാൻ നടന്നങ്ങനെ ബോട്ടുകൾ അടുക്കുന്ന കയറി വരുന്ന കടലിൻ്റെ അഭിമുഖത്തിലെത്തി. ഇത് ഒരു കൃത്രിമ ഫിഷിംഗ് ഹാർബറാണ്, ചിറകെട്ടി ഉണ്ടാക്കിയ ഫിഷിംഗ് ഹാർബർ. ഇതിന് മറുവശം കണ്ണൂർ കോട്ടയാണ്. ആ കണ്ണൂർ കോട്ടയിൽ മുകളിൽ കയറി നിന്ന് ഞാൻ ഈ ഹാർബർ കണ്ടിരുന്നു. ഇവിടെ അധികം ചെറുപ്പക്കാർ ചൂണ്ടയുമായി വരുന്നുണ്ട് മീൻ പിടിക്കാൻ. മീൻപിടുത്തത്തിൽ ആർക്കും മീൻ കിട്ടിയതായി ഞാൻ കണ്ടില്ല. അത് നോക്കി നിൽക്കാൻ എനിക്ക് സമയവുമില്ല. അടുത്ത സ്ഥലം എന്നെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ഫിഷിംഗ് ഹാർബറിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു. എന്തോരം ബോട്ടുകൾ! ഇത്രയും ബോട്ടുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതെ, കേരളത്തിലെ ഫിഷിംഗ് ഹാർബറെല്ലാം ഒരു അത്ഭുതം തന്നെയാണ്. എന്തോരം തൊഴിലാളികളാണ് ഈ ഫിഷിംഗ് ഹാർബറിലൂടെ ജീവിക്കുന്നത്. അന്യദേശ തൊഴിലാളികളാണ് അധികം. അത് ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ എനിക്ക് പറഞ്ഞു തന്നു. ഒറീസക്കാരും ബംഗാളികളും തമിഴന്മാരും എല്ലാവരും ഉണ്ട്. ഹിന്ദിക്കാരാണ് അധികം. എന്നോട് സംസാരിച്ച ആളുടെ പേര് സിദ്ദിഖെന്നാണ്. അദ്ദേഹത്തെ നിങ്ങളും പരിചയപ്പെടണം. എന്നോട് സംസാരിച്ച സംസാരം നിങ്ങളൊന്ന് കേൾക്കണം. മൈക്കില്ലതാണ് ഞങ്ങൾ സംസാരിച്ചത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടാലേ അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതാ കേട്ടോളൂ അദ്ദേഹത്തിൻ്റെ. കണ്ണൂർ ഹാർബറാണ്. ഈ ഹാർബറിൽ ഞാൻ ഇവിടെ ഒരു തൊഴിലാളിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ തൊഴിലാളിയുടെ പേര് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാക്കാം. ഇവിടെ വരുന്ന ബോട്ട് 300ഓളം വരുമെന്നാണ് പറയപ്പെടുന്നത്. തീർച്ച ഇല്ല, ഇവിടെ ഒരു പിരിവില്ലാത്തതുകൊണ്ട് എത്രയുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തെയാണ് ഞാൻ പരിചയപ്പെട്ടത്. സാറിൻ്റെ പേരെന്താണ്? സിദ്ദിഖ്. സിദ്ദിഖ് ഇവിടുത്തെ തൊഴിലാളിയാണോ? ഇവിടെ എത്ര ബോട്ട് വരും? ഇവിടെ ബോട്ട് എന്ന് പറഞ്ഞാൽ ഫൈബർ വഞ്ചി തന്നെ 10-300 ഫൈബർ വഞ്ചിയുണ്ട്. ചെറിയ ബോട്ട് ഒരു 10 രൂപ ചെറിയ ബോട്ടുണ്ട്. പോവാ. ഇപ്പം കാലാവസ്ഥ മോശമായിട്ട് ഇന്ന് മീൻപിടുത്തം പോയില്ലെന്നാണ് സിദ്ദിഖ് പറയണത്. കാലാവസ്ഥ മോശമാണല്ലോ, ക്ലൈമറ്റ് ഒക്കെ മാറിക്കിടക്കല്ലേ. അതെ, അപ്പോൾ ഒരു ഭയം. അതിൽ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പണിക്ക് പോകും. അല്ലാത്ത ആൾ ഇങ്ങനെ നിൽക്കും. ഇവിടെ ഹിന്ദി പണിക്കാരാണോ കൂടുതലും? ഇപ്പൊ തമിഴ് പണിക്കാർ വന്നില്ല. ഇല്ല, ഇവിടെ എല്ലാം ഒറീസ, കൽക്കത്ത, ബിഹാറി. പിന്നെ മലയാളികളുണ്ട്. എന്നാലും മലയാളികൾ അധികം സ്ട്രോങ് ആയിട്ടാണോ? അല്ല, സ്ട്രോങ് ആയിട്ടുണ്ട്. മറ്റുള്ള എല്ലാ രൂപത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സിദ്ദിഖിനോട് യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഞാൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഫിഷിംഗ് ഹാർബറിൻ്റെ പുറത്ത് വന്നു. അവിടെ നിന്ന് മുമ്പോട്ട് നടന്നാൽ അതിമനോഹരമായ വലിയ മുസ്ലിം പള്ളി കാണാൻ പറ്റുമെന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ആ മുസ്ലിം പള്ളിയുടെ മുമ്പിലെത്തി. അവിടുത്തെ ശവക്കല്ലറുകളാണ് ഈ കാണുന്നത്. ക്രിസ്ത്യൻ ശവക്കല്ലറ ഇതും തമ്മിലുള്ള അന്തരം ഒന്ന് കണ്ടോളൂ. ഈ കല്ലറ ആർക്കും മേടിക്കാനാവില്ല. എല്ലാവരും തുല്യരാണ്. അതെ, പള്ളിയിൽ വരുന്നവർ എല്ലാവരും തുല്യരാണ്. നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ മാത്രം എല്ലാവരും തുല്യരായി കാണുന്നില്ല. ഇവിടെ ഞാൻ ഒരു മുസ്ലിം സഹോദരനെ കണ്ടു. അദ്ദേഹം ഈ പള്ളിയുടെ അകത്ത് കയറ്റി മുഴുവൻ എന്നെ കാണിച്ചു തന്നു. പക്ഷേ ഞാൻ ഫോട്ടോ എടുത്തില്ല. അത് ചോദിക്കാൻ എനിക്കൊരു മടി തോന്നി. ഞാൻ ചോദിച്ചില്ല. നിങ്ങളെല്ലാവരും ഈ പള്ളിയിൽ കാണണേ. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലിയമ്മ.